ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫേസ്ബുക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്പാണ് വാട്സപ്പ്. 2019 കണക്കുകൾ പ്രകാരം ലോകത്ത് മന്ത്ലി 1.5 ബില്യൺ യൂസേഴ്സാണ് വാട്സപ്പിനുള്ളത്. നമുക്ക് വാട്സപ്പ് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അതുപോലെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ലൊക്കേഷൻ, ഇതൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വോയിസ് കോൾസ്, വീഡിയോ കോൾസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൻ്റെ യൂസേജ് കുറച്ചും കൂടെ ആസ്വാദികരമാക്കാൻ സഹായിക്കുന്നതും പ്രയോജനപ്പെടുന്നതുമായ ഒരുപാട് ആപ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള 4 ആപ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്പാണ് സ്റ്റാറ്റസ് സേവർ. നമ്മൾ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ മിക്ക ആളുകളും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് വാട്സപ്പിലുള്ള സ്റ്റാറ്റസ്. ഇങ്ങനെ സ്റ്റാറ്റസ് കാണുമ്പോൾ ചില ആളുകളെങ്കിലും അതൊന്ന് ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാണുന്ന സമയത്ത് അതൊന്ന് ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വാട്സപ്പിൽ ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വാട്സപ്പിലുള്ള സ്റ്റാറ്റസുകൾ സേവ് ചെയ്യാനുള്ള ഒരുപാട് ആപ്സ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് സ്റ്റാറ്റസ് സേവർ. ഈ ഒരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വാട്സാപ്പിൽ നമ്മൾ നോക്കുന്ന സ്റ്റാറ്റസുകൾ പിന്നീട് സ്റ്റാറ്റസ് സേവർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. പിന്നീട് ഏത് ഇമേജ് ആണോ വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത ആപ്പാണ് സ്റ്റിക്കർ മേക്കർ. വാട്സാപ്പിൽ നിലവിലുള്ള പുതിയ ഫീച്ചേഴ്സിൽ ഒന്നാണ് സ്റ്റിക്കർ. വാട്സാപ്പിൽ ഇപ്പോഴുള്ള സ്റ്റിക്കേഴ്സിന് പുറമെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാവുന്ന ഒരു ആപ്പാണ് ഇത്. ഇതിൻ്റെ സഹായത്തോടെ ഫോട്ടോകളിൽ നിന്നും മറ്റും കസ്റ്റം സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്കെഡിറ്റ് ആണ് മൂന്നാമത്തെ ആപ്പ്. നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായി ഒരു പ്രത്യേക സമയത്ത് മെസ്സേജ് അയക്കണമെന്നുണ്ടായിരിക്കാം. എന്നാൽ ആ ഒരു സമയത്ത് നിങ്ങൾ തിരക്കിലായിപ്പോയി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മറന്നുപോയെന്നും വരാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറന്നുപോകാതെ കൃത്യസമയത്ത് ഓട്ടോമാറ്റിക്കായി അയക്കാനുള്ള മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു ആപ്പാണ് സ്കെഡിറ്റ്. നാലാമത്തെ ആപ്പാണ് ട്രാൻസ്ക്രൈബർ. ഈ ഒരു ആപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ വരുന്ന വോയിസ് മെസ്സേജുകൾ ടെക്സ്റ്റ് രൂപത്തിലാക്കി വായിക്കാൻ സഹായിക്കുന്ന ആപ്പാണ്. ആദ്യം ഈ ഒരു ട്രാൻസ്ക്രൈബർ എന്ന് പറഞ്ഞ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആരെങ്കിലും വാട്സാപ്പിൽ അയച്ച വോയിസ് മെസ്സേജ് ഹോൾഡ് ചെയ്ത് മുകളിൽ 3 ഡോട്ട്സിൽ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ട്രാൻസ്ക്രൈബറിൻ്റെ ഐക്കൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന വോയിസ് ക്ലിപ്പ് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. അധികവും നമ്മൾ പുറത്തായിരിക്കുന്ന സമയത്ത് ക്രൗഡിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കുമ്പോൾ പേഴ്സണലായി വരുന്ന മെസ്സേജ് കേൾക്കാൻ പറ്റാതെ വരും. അപ്പോഴാണ് ഈ ആപ്പിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഉപയോഗം കുറച്ചും കൂടെ രസകരമാക്കാൻ കഴിയുന്ന കുറച്ച് ആപ്സാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.